ഇനിയിപ്പോൾ അറിയേണ്ടത് UDFിൻ്റെ തന്ത്രമാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രം, ലക്ഷ്യം എന്നിവയൊക്കെ എന്താണത്? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും ആലോചിച്ച ശേഷം മികച്ച സ്ഥാനാർത്ഥി നടത്തി പരമാവധി സീറ്റുകൾ കേരളത്തിൽ നേടിയെടുക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതൊരു നല്ല ലക്ഷ്യമാണ്, പരമാവധി സീറ്റ് നേടിയെടുക്കുക എന്നത്. മുന്നണിയുടെ മാത്രമല്ല, ഘടകകക്ഷികളുടെ ഒക്കെ ലക്ഷ്യം അതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് എന്നിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ മൂന്നാം സീറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടിലും മത്സരിക്കുന്നു. മൂന്നാമതൊരു സീറ്റ് അല്ലേ? മൂന്നാമതൊരു സീറ്റിനെ സംബന്ധിച്ച് ഇതുവരെ ആലോചന ഉണ്ടായിട്ടില്ല. UDFിൻ്റെ അകത്തും ഒരു ചർച്ച ആരംഭിച്ചിട്ടില്ല. സാധാരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ UDFിൻ്റെ അകത്തൊരു ചർച്ച നടക്കും, സീറ്റുകളെപ്പറ്റി ചർച്ച നടക്കും. അങ്ങനെ വരുന്ന മുറയ്ക്കേ ലീഗ് അതിൻ്റെ നിലപാട് പറയാറുള്ളൂ സാധാരണഗതിയിൽ. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചാണെങ്കിൽ പാർട്ടി കമ്മിറ്റി കൂടി ഒരു മൂന്നാം സീറ്റ് വാങ്ങണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല. ലീഗിൽ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും യൂത്ത് ലീഗുകാരൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ല, അത് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. പാർട്ടിയുടെ നിലപാട് പറയേണ്ടത് പാർട്ടി കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമാണ്. അതല്ല, ഇങ്ങനെയൊരു നിർണായക തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും മാഞ്ഞാളം പറഞ്ഞു നടന്നാൽ മതിയോ? കിട്ടേണ്ടത് ചോദിച്ചു വാങ്ങണ്ടേ? അല്ല, എല്ലാ തിരഞ്ഞെടുപ്പും നിർണായകമാണ്. ഞങ്ങളൊരു കൂട്ടുത്തരവാദിത്തത്തിൽ UDF നിൽക്കുകയാണ്. ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് UDFിൻ്റെ വിജയമാണ്. അതുകൊണ്ട് ഇത്തവണത്തുള്ള പൊതു തീരുമാനം എന്നുണ്ടെങ്കിൽ നല്ല ജയിക്കാവുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാണ്. അത് തന്നെ കോൺഗ്രസും അടിസ്ഥാനപരമായി സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ കക്ഷികൾക്കും കൂടുതൽ സീറ്റ് ചോദിക്കാൻ അവകാശമുണ്ട്, ഓരോ പാർട്ടികൾക്കുമുണ്ട്, ലീഗിനും അവകാശമുണ്ട്. പക്ഷേ അത് ചോദിക്കണോ വേണ്ടേ എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എത്തിയിട്ടില്ല. അതുകൊണ്ട് ചോദിക്കില്ല എന്നല്ല, ചോദിക്കേണ്ട കാര്യത്തെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ പാർട്ടി എത്തിയിട്ടില്ല. എത്തുന്ന മുറക്ക് നിങ്ങളെല്ലാവരും അറിയും. ഇനിയിപ്പോൾ ലീഗ് തീരുമാനിച്ചാൽ തന്നെ അത് പോയി ചോദിക്കാൻ പറ്റുമോ? ലീഗ് ചോദിക്കില്ല എന്നാണല്ലോ മുല്ലപ്പള്ളി പറഞ്ഞത്. പിന്നെ എങ്ങനെ ചോദിക്കും? അല്ല, മുല്ലപ്പള്ളി അത് പറഞ്ഞത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുമായി ഡിസ്കഷൻ നടന്നിട്ടില്ല. ഘടകകക്ഷികൾ ഡിസ്കഷൻ നടന്നാലല്ലേ അവർക്ക് ആവശ്യമുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഡിസ്കഷൻ തുറന്നിട്ടില്ല, ഓപ്പൺ ചെയ്തില്ല. ഓപ്പൺ ചെയ്യുന്ന മുറക്ക് പാർട്ടി നിലപാട് പറയും. അത് വൈകാതെ തന്നെ പാർട്ടി ആ നിലപാട്. ലീഗിൻ്റെ താല്പര്യം മുല്ലപ്പള്ളി എങ്ങനെ ഇത്ര കൃത്യമായി ഊഹിച്ചു? അല്ല, അങ്ങനെ ഊഹിച്ചു കാണാൻ തീരുമാനിക്കാൻ പറ്റില്ല. പാർട്ടി സംവിധാനം, പാർട്ടി കാര്യം എന്ന് പറഞ്ഞാൽ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു ചർച്ച ആരംഭിച്ചിട്ടില്ല. UDFിൻ്റെ അകത്ത് ഓരോ കക്ഷികൾക്കും ഇനി കൂടുതൽ സീറ്റ് കൊടുക്കണോ എന്താണെന്ന് സംബന്ധിച്ച് ഒരു ചർച്ച ഓപ്പൺ ചെയ്തില്ല. ഓപ്പൺ ചെയ്യുന്ന മുറക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ആ ഓപ്പൺ ചെയ്യുന്ന മുറക്ക് പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കും. മുസ്ലിം ലീഗ് പാർട്ടി ആ സ്വീകരിക്കുന്ന നിലപാട് മൂന്നാം ചോദിക്കാൻ തീരുമാനിച്ചാൽ മൂന്നാം ചോദിക്കും, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയും. വേണമെന്ന് സമസ്ത പറഞ്ഞല്ലോ. സമസ്തയുടെ മുഖപത്രത്തിൽ മുഖപ്രസംഗം വന്നല്ലോ. അല്ല, അത് എന്തൊക്കെ അതിൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ സമസ്തക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാം. നമുക്ക് വിരോധമില്ലല്ലോ. ഓരോ പാർട്ടികൾക്കും ഓരോ നേതാക്കന്മാർക്കും അഭിപ്രായങ്ങൾ പറയാം. പാർട്ടിയുടെ അഭിപ്രായമാണ് ഞാൻ പറയാം. ഇതൊക്കെ ഞാൻ പറഞ്ഞേ, നിങ്ങൾ KP മജീദ് മാത്രമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കുറേ അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഞാൻ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് പാർട്ടി നിലപാട് പറയാൻ പറ്റുള്ളൂ. ജനറൽ സെക്രട്ടറിയായി കുടുങ്ങിപ്പോയതാണ് പാവം. സ്വന്തം അഭിപ്രായം പോലും വിഴുങ്ങലാണിപ്പോൾ. UDFും LDFും എങ്ങനെയൊക്കെ ഓഹരി വെച്ചാലും ശരി, ഇക്കുറി കേരളം കുളമാകും, താമരക്കുളമാകും. ആനുകാലിക സാഹചര്യങ്ങളും പ്രശ്നങ്ങളുമെല്ലാം BJPക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നത്തെ വർത്തമാന സാഹചര്യങ്ങൾ, ഞാനൊരു പ്രത്യേക ഇഷ്യൂ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയുണ്ട്. മറ്റുള്ള അത് സംബന്ധിച്ചുള്ള പഠനങ്ങളെല്ലാം അഖിലേന്ത്യാ തലത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകളെല്ലാം കേരളം BJPക്ക് നല്ല സാധ്യതയുള്ള മണ്ഡലമായി, സംസ്ഥാനമായി മാറിയിരിക്കുന്നു. അതൊരു ആഹ്ലാദകരമായ വിവരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ പിന്നെ സ്ഥാനാർത്ഥികളൊക്കെ അങ്ങ് ഉറപ്പിച്ച് കാണുമല്ലോ. സ്ഥാനാർത്ഥികളുടെ ഏകദേശം ഒക്കെ ആയി. സ്ഥാനാർത്ഥികൾ ഇന്ന് തീരുമാനമാവില്ല. ഒരു വാചകം പറഞ്ഞു തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കും മുമ്പ് നിലപാട് മാറ്റാൻ പിള്ള വക്കീലിനെ കഴിയും. ആട്ടെ, ഘടകകക്ഷികളുടെ കാര്യം എങ്ങനെ? അവർക്കൊക്കെ എന്തു കൊടുക്കും? അല്ല, അത് ഏകദേശം ധാരണ ആയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. 4 മാഡം എടുത്ത തീരുമാനമാണ്, ഞങ്ങളുടെ തീരുമാനമല്ല. അതാണ് ആ പാർട്ടിയുടെ സ്വഭാവം. അവരെക്കുറിച്ച് അവരൊരു തീരുമാനമെടുക്കും, നാട്ടുകാർ വേറൊരു തീരുമാനമെടുക്കും. ആട്ടെ, കുമ്മനഞ്ചി തിരിച്ചു വരുന്ന കാര്യത്തിൽ തീരുമാനമായോ? അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. അല്ലല്ല, അത് ഒരിക്കലും അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ഒരാളെക്കുറിച്ച്
ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി ഞാൻ ഇപ്പോഴും പറയുന്നത് ശരിയല്ല. ആഗ്രഹമുണ്ടോ? അല്ലല്ല, ആഗ്രഹത്തിൻ്റെ അല്ലല്ലോ അത്. ഗവർണർ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയുള്ള സ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അതീതമായി നിൽക്കുന്ന ഒന്നിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു അഭിപ്രായങ്ങളുണ്ട്, പക്ഷേ അഭിപ്രായം ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കും. മത്സരിക്കാതെ എം പിമാരായ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരിൽ ആരെയെങ്കിലും മത്സരിപ്പിക്കുമോ? അങ്ങനെ ഒരു മത്സരിക്കരുതെന്ന് തടസ്സമൊന്നുമില്ല. സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുമോ? സംസ്ഥാന പ്രസിഡന്റിനോടും യാതൊരു തടസ്സവുമില്ല. ശരിക്കും പവർ പൊളിറ്റിക്സിനേക്കാൾ താല്പര്യം അല്ലാത്തതാണ്. സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിനെങ്കിലും അധ്യക്ഷന് കൃത്യമായ ഉത്തരം പറഞ്ഞുകൂടെ? സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പൊളിറ്റിക്സ് പവർ പൊളിറ്റിക്സിനപ്പുറത്താണ്. അധികാര രാഷ്ട്രീയമല്ല, അപ്പുറം ഒരു രാഷ്ട്രീയമുണ്ട്. സമ്മർദ്ദമൊന്നുമില്ല. ജയിപ്പിക്കാൻ എനിക്ക് സാധിക്കും, പരാജയപ്പെടുത്താൻ മറ്റേ ഗ്രൂപ്പുകാർക്കും സാധിക്കും. അതുകൊണ്ടാണല്ലോ ശബരിമല സമരം പരാജയമായിരുന്നു എന്ന് അവരിത്ര ഉറപ്പിച്ച് പറയുന്നത്. അത് അന്ധത ബാധിച്ച ആൾക്കാർക്ക് അത് പറയാൻ സാധിക്കുകയുള്ളൂ. ശരിയായ കാഴ്ചയുള്ളവർക്ക്, ശരിയായി ഗ്രഹിക്കാൻ സാധിക്കുന്നവർക്ക് ഒരിക്കലും അത് പരാജയമാണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇന്നലെ ചേർന്ന സന്യാസിമാരുടെ സമ്മേളനമൊക്കെ വൻ വിജയമാണ്, ഇത് ഓൾ ഇന്ത്യയിലെ വ്യാപിപ്പിക്കണമെന്ന് തീരുമാനിച്ചായിട്ടല്ല അറിയുന്നത്. വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞ എന്താ വൻ വിജയമായി മാറിയെന്നല്ലേ. പിന്നെ പരാജയമാണെന്ന് പറഞ്ഞിട്ട് ചിലർക്കുണ്ടാവുമല്ലോ, കഴുതക്കാമം കരഞ്ഞു തീർക്കുന്ന പോലെ ഇതുകൊണ്ട് പറയാൻ സാധിക്കും, അല്ലാതൊന്നുമില്ല. ഒരു സമരം ഞാൻ ചോദിക്കട്ടെ, ആരും സമരരംഗത്തില്ലാത്ത ഒക്ടോബർ മാസം 1-ാം തീയതി BJP സമരരംഗത്തിറങ്ങി. അത് ഒരു പാർട്ടിയും ഇല്ല, ഒരു പ്രസ്ഥാനങ്ങളുമില്ല. ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി. 10 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ യാത്ര നടത്തി, വൻ വിജയമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ രഥയാത്ര നടത്തി, വൻ വിജയമായിരുന്നു. അത് കഴിഞ്ഞുള്ള ഒപ്പ് ശേഖരണം വൻ വിജയമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 49 ദിവസം ആർക്കെങ്കിലും സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിരാഹാര പരിധികൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. 4 ദിവസം വീതം 10 പേരെ തുടർച്ചയായി നിരാഹാരം കിടത്താൻ മറ്റൊരു പാർട്ടിക്കും കഴിയില്ല. ആട്ടെ, ഇതൊക്കെയാണോ സമരത്തിൻ്റെ വിജയം? അല്ലാതെ ഞങ്ങൾ സമരം ചെയ്യുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഇറങ്ങി വന്നിട്ട് BJP-ക്കാരെ കൈ തരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആശീർവദിക്കുമോ? ഇല്ല, അതില്ല. പക്ഷേ അപ്പോഴെങ്ങനെയാണ് സമരം ലക്ഷ്യം കാണുന്നത്? ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഏത് സമരവും ഉപ്പ് സത്യാഗ്രഹം നടത്തി. ഉപ്പ് സത്യാഗ്രഹത്തിൽ നികുതി കുറച്ചോ? ഗാന്ധിജിയുടെ സമരത്തിൻ്റെയാണ്. കിറ്റ് ഇന്ത്യ സമരം നടത്തി. കിറ്റ് ഇന്ത്യ സമരത്തിന് എന്താ, അങ്ങനെ ഏത് സമരമാണ്? ഇപ്പോൾ CPM-കാർ സെക്രട്ടേറിയറ്റ് വളയിൽ ഉൾപ്പെടെയുള്ള 3 ദിവസം സമരം നടത്തി. വല്ല ഫലം ഉണ്ടായോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ലക്ഷ്യം കണ്ടിട്ടുള്ളത് നക്സലൈറ്റുകൾ മാത്രമാണ് എന്ന് പറയേണ്ടി വരും. അവർ തലയെടുക്കും എന്ന് പറഞ്ഞവരുടെ തലയെടുത്തു, ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞവർ ഉന്മൂലനം ചെയ്തു. അവർ മാത്രമാണ് അക്കാര്യത്തിൽ ലക്ഷ്യം കണ്ടിട്ടുള്ളത്. അതൊക്കെ പോട്ടെ, ഈ ശബരിമല വിഷയത്തിൽ കേന്ദ്രം ഓർഡിനൻസ് കൊണ്ടുവന്നാൽ പിന്തുണക്കാം എന്ന് കെ മുരളീധരൻ പറയുന്നുണ്ടല്ലോ, കൊണ്ടുവന്നൂടെ? കെ മുരളീധരൻ്റെ പിന്തുണയും പഴയ കീറിയ ചാക്കും ഒരുപോലെ. അതുകൊണ്ട് യാതൊരു വാല്യൂ ഞങ്ങളതിന് നൽകുന്നില്ല. ഇതേ തലത്തിൽ തന്നെ കൊടുത്തുള്ളൂ. കെ മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ അച്ഛൻ ഉൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയ രംഗത്തെ തകർച്ചയ്ക്ക് ഉത്തരവാദിയായ ആളാണ്. അദ്ദേഹത്തിൻ്റെ മനംമാറ്റം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്തുണയും സഹായമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കും പഴയ കീറിയ ചാക്കും ഒരുപോലെ. ഏതായാലും പ്രിയങ്ക രംഗത്തിറങ്ങിയപ്പോൾ ചെറിയൊരു ഭയമുണ്ടല്ലേ? ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. പ്രിയങ്ക വന്നതുകൊണ്ട് എന്താ, മച്ചിപ്പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടി പ്രസവിക്കുമോ? കോൺഗ്രസിൻ്റെ സ്ഥിതിയതാ. എവിടെ കെട്ടിയാലും ഒരാൾ പരാജയമെന്ന് കണ്ടില്ലേ? കണ്ടപ്പോൾ വേറെ മോളെ കൊണ്ടിറക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ ആ കോൺഗ്രസ് തൊഴുത്തിൽ നിന്ന് ചില പശുക്കളെ മാറ്റിക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാ എന്നൊന്നും ചോദിക്കുന്നില്ല. പശുവല്ലേ, പൂജിക്കാനായിരിക്കും. ഏതായാലും പൊളിമിക്സ് പോവുകയാണ്. നന്ദി, നമസ്കാരം.